ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വീട്ടിലല്ല കേട്ടോ, ഞാൻ ഹോസ്പിറ്റലിലാണ്. നാളെയാണ് എൻ്റെ ഡേറ്റ്. അപ്പം ഇന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ട് വന്നേക്കാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാട്ട്സ് ഇൻ മൈ ഡെലിവറി ബാഗ്. അപ്പോൾ ഇതേ ഇപ്പുറത്ത് എൻ്റെ സാധനങ്ങൾ, ഇവിടെ കുഞ്ഞാടെ സാധനങ്ങളാണ് മേടിച്ചേക്കണേ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പ്രഗ്നൻസിക്ക് ഒരു സാധനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ നേരത്തെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ മേടിച്ച് വെക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ആർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ആസറിന്ന് തന്നെ ലിസ്റ്റ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ മേടിച്ചേക്കണേ. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളാണ്. ഞാൻ ഇതേപോലത്തെ ഒരു സിപ്പ് കവറിലാണ് പാക്ക് ചെയ്തേക്കുന്നത്. വാക്യൂം കവറാണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഈ എയറൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പേസ് കിട്ടും നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഡ്രൈ ഷീറ്റ് 4 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുട്ടി കുട്ടി ജബ്ലാസാണ് കേട്ടോ. മസ്ലിൻ്റെ ഉണ്ട്, കോട്ടൻ്റെ ഒക്കെ ഉണ്ട്. നല്ല പെട്ടെന്ന് ഇടാൻ പറ്റിയ പോലത്തെ കുറച്ച് ജബ്ലാസ് ഒരു 10-15 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ സ്വാഡിൽസ് ആണ്, 2 എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കീസ് ഉണ്ട്, ഒരു 4 ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്ലോത്തിൻ്റെ ടർക്കിയാണ്. പിന്നെ ഇത് വന്നിട്ട് കോട്ടൻ്റെ നാപ്പീസ് ആട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതേപോലെ ഞങ്ങളിതെല്ലാം ഡെറ്റോൾ ഇട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കോട്ടൻ്റെ കുറച്ച് നാപ്പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേപോലത്തെ തന്നെ മസ്ലിൻ ക്ലോത്തിൻ്റെ ഒക്കെ നാപ്പീസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ച് അധികം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും അതാണ്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഉള്ള ടവൽസ് അവയുടെ മുഖമൊക്കെ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജബ്ലാസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് അയ്യോ സോറി, ജബ്ലാസ് അല്ല, റോംബറാണ് കേട്ടോ, മാറിപ്പോയി. അടുത്തത് ഇത് നല്ല കംഫർട്ട്, നല്ല ഈ ചൂടൊക്കെ തണുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഇതെടുക്കാൻ ഇവർ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 റോംബേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കുഞ്ഞിനെയൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ട്. അങ്ങനത്തെ ഒരു 4 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കൊച്ചിനെ തുടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കോട്ടൻ്റെ ടർക്കീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സോക്സ്, മിറ്റൻസ്, പിന്നെ കുറേ ക്യാപ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. മിറ്റൻസും സോക്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു 5-6 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്. ഇനി കുറച്ച് സെറ്റ് ഇതിലും കൂടെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതും കൂടെ പറയാം. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ ഞാൻ വെച്ചേക്കുന്ന എൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും സിസേറിയനാണ്. അപ്പോൾ എന്തായാലും ഒരു 3-4 ദിവസത്തേക്ക് എന്തായാലും അഡ്മിഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മെറ്റേണിറ്റി വെയർ എടുത്തിട്ടുണ്ട്. ഒരു 3 ഓപ്പൺ നൈറ്റീസും അല്ലാതെ നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റിയ പോലത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള കഫ്താൻസ് ഉണ്ട്. അതുപോലെ ഫീഡിങ് ടോപ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു റബ്ബർ ഷീറ്റാണ്. അത് കുഞ്ഞാവയുടെ സെക്ഷനിൽ വേണ്ടതായിരുന്നു, ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഒരു 2 ബെഡ്ഷീറ്റ്. പിന്നെ ഇത് കുറച്ച് എൻ്റെ അൽക്കുലത്തെ സാധനങ്ങളാണ് കേട്ടോ. മോയ്സ്ചറൈസർ, അധികം അങ്ങോട്ട് സൂം ചെയ്യണ്ട. അപ്പോൾ ഗൈസ് ഇപ്പം സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. അപ്പോൾ ഇപ്പം ഞാൻ ഈ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഈ മെറ്റേണിറ്റി വെയറില്ലേ, ഇതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. ഡിസ്ചാർജ് വരെ ഇവിടെ പേഷ്യൻ്റ് ഡ്രസ്സ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് വേണ്ട. ഇനി ഇതിൻ്റെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളാണ്. ഇത് കാണാവോ? മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചീപ്പ്, ലിപ്സ്റ്റിക്ക്. നമ്മൾ ഒന്നാമതേ ഭയങ്കര വിഷമത്തിലൊക്കെ ആയിക്കുമല്ലോ വേദനയൊക്കെ വരുമ്പോൾ. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചിരിക്കുമ്പോൾ കുറച്ച് സന്തോഷം കിട്ടും. പിന്നെ പൊട്ട്, മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ.
ഇതിൽ. ഓക്കെ, ഹലോ ഗൈസ്. അപ്പം എൻ്റെ വേഷമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ വന്നിട്ട് എന്നെ കുറച്ച് പ്രൊസീജിയറിനൊക്കെ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ലേബർ റൂമിൽ പോയിട്ടായിരുന്നു. ലേബർ റൂമിലെ സിസ്റ്റേഴ്സൊക്കെ നമ്മുടെ ചാനൽ കാണാറുണ്ട്. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിരുന്നു, എല്ലാവരും നല്ല കമ്പനിയായിട്ടൊക്കെയാണ് സംസാരിച്ചത്. വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഇത് വന്നിട്ട് ഫീഡിങ്ങിന് ആപ്റ്റായിട്ടുള്ള കുറച്ച് ഇന്നേഴ്സും അണ്ടർ സ്കേർട്ട്സ്, സോക്സ് ഒക്കെയാണ് ഞാൻ ഇതിൽ വെച്ചേക്കുന്നത്. പിന്നെ ഒരു സാധനമുണ്ട്, ഇത് പാഡ് ഫിക്സേറ്റർ ആണ്. സിസേറിയൻകാർക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ കുറച്ച് വ്ളോഗിലൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാവേ. ഇതേപോലത്തെ ഒരു ഇന്നറാണ്. ഇതിൽ നമുക്ക് പാഡ് ഫിക്സ് ചെയ്ത് വെക്കാം. ഇത് കണ്ടത് വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിൻ്റെ അവിടെയൊക്കെ കൊള്ളുമ്പോഴും നമുക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു 3 പാക്കറ്റ്സ് ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ക്യൂട്ട് ബാസ്ക്കറ്റ് ആണ്. ഇത് നമുക്ക് ലല്ലുബി ബേബി ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്ന ബാസ്ക്കറ്റും ക്യാരിയിങ് ബെഡൊക്കെയാണ്. പിന്നെയും കുറേ സാധനങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്ത് തന്നായിരുന്നു. അപ്പം ഞാനിതും എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാവേ. ഇതാ ഇങ്ങനെ ഒരു കുട്ടി ബാഗിൽ ഞാൻ ഇത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് കേട്ടോ. വാട്ടർ വൈപ്സ് ആണ്, വെറ്റ് വൈപ്സ് അല്ല. വെറ്റ് വൈപ്സിൽ ഞങ്ങൾ അലോവേറയുടെ ഒക്കെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു വെറ്റ് വൈപ്സ് ആയിരുന്നു ആദ്യത്തെ പ്രഗ്നൻസിയിൽ വാങ്ങിച്ചിരുന്നത്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാവക്ക് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു വൈറ്റ് കളറിലെ പാട് പോലെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും കുഴപ്പമില്ല, വാട്ടർ വൈപ്സ് ആണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വാട്ടർ വൈപ്സ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, ഫ്ലേവേർഡ് ആയിട്ടൊന്നും അല്ലാത്തതേ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു കുഞ്ഞ് ഫീഡിങ് ബോട്ടിലുണ്ട്, പിന്നെ അതിൻ്റെ ഒരു കവറ്, പിന്നെ ഒരു കിളിക്കിട്ടം പോലത്തെ സാധനം, പിന്നെ എൻ്റെ ഒരു ഹെഡ് ബാൻഡ്, പിന്നെ കുഞ്ഞാവയുടെ കുറച്ച് ലോഷൻസ്, ജെൻറ്റിൽ വാഷ് പൗഡർ, പിന്നെ ഒരു കുഞ്ഞി നെയിൽ കട്ടർ, പിന്നെ ഫൈനലി ഒരു ഗോകർണം അല്ലേ ഇത്? ഗോകർണം. ഇത്രയും ഇത് കുഞ്ഞിന്റെ വായില് പാല് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇത് വേണം എന്നുള്ളത് ഇവിടുത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു. എന്തിനാ സംഭവം എന്ന് എനിക്ക് മര്യാദക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള പോലത്തെ ഒരു ചെരുപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പെട്ടെന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ചെരുപ്പ്. കാണാൻ പറ്റുന്നില്ലേ? നല്ല ഭംഗിയില്ലേ? ഓക്കെ. പിന്നെ ഞാനൊരു ഷോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫീഡിങ്ങിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മാനുവൽ ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിയിലൊന്നും ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോഴത്തെ വ്ളോഗ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ വാങ്ങിച്ചതാണ്. ചിലപ്പോൾ ഫസ്റ്റ് ടൈം പാല് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് പമ്പ് ചെയ്ത് എടുക്കാം എന്നാണ് പറയുന്നത്. ഈ ചിലവർ പറയുന്നുണ്ട് മാനുവൽ ആയിട്ടുള്ള ബ്രസ്റ്റ് പമ്പിൽ നിന്ന് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ട് സെറ്റ് ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കോ എന്താ ഇലക്ട്രോണിക് ബ്രസ്റ്റ് പമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അത് യൂസ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതൊന്ന് ഇത് കരുതിയിട്ടുണ്ട്. പിന്നെ ന്യൂ ബോൺ ബേബിയുടെ സൈസിലുള്ള പാമ്പേഴ്സ്, പിന്നെ ഞാൻ എടുത്തേക്കുന്ന കാർമേസിയുടെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റീസ് പോലത്തെ ഡയപ്പറാണ്. അതെനിക്ക് അവരയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരു വിസ്പർ പാഡ്, പിന്നെ ഒരു മെറ്റേണിറ്റി പാഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാണ് യൂസ് ആവണേന്ന് അറിയില്ല, അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രസ്റ്റ് പാഡും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. മിൽക്കൊക്കെ ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ബോട്ടിൽ കഴുകുന്ന ഒരു ബ്രഷ്, പിന്നെ വാവയുടെ തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു ഡിറ്റർജൻ്റാണ്. അപ്പോൾ എന്തായാലും ഒരു 4 days ഒക്കെ അഡ്മിഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫൈനലി ഒന്നുമില്ല, ചുമ്മാ ഒരു സിപ്പ് കവറും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കരുതിയേക്കുന്നത്. പിന്നെ ഫൈനലി നമ്മുടെ ക്യാരിയിങ് ബെഡും കൂടെ ഉണ്ട്, കുഞ്ഞാവേനെ നല്ല സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നാളെ രാവിലെ ആയിരിക്കും സിസേറിയൻ എന്നൊക്കെ സിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം നല്ലൊരു ഹെൽത്തി ബേബിനെ കിട്ടാനായിട്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ.
പിന്നെന്താ വേറെ എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ ഈ വീഡിയോ ഇനി കുഞ്ഞാവ വന്നു കഴിഞ്ഞ് ഞങ്ങളൊന്ന് സെറ്റൊക്കെ ആയിട്ടായിരിക്കും വീഡിയോ വരുന്നത്. ഹലോ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സെറ്റായി വരാനായിട്ട് ഇപ്പോൾ 1 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നാളെ ഇടാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാന്ന് ഓർത്ത് ഞാൻ കൊണ്ടുപോയ സാധനങ്ങൾ എന്തൊക്കെ യൂസ്ഫുൾ ആയിട്ട് വന്നു എന്നുള്ളതും കൂടി പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം തന്നെ ഞാനും ബേബി സുഖമായിട്ടിരിക്കുന്നു, ചെറിയ കരച്ചിലൊക്കെ മേളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലാദ്യം എടുത്ത് പറയേണ്ടത് പാഡ് ഫിക്സേറ്റർ. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാമെന്ന്. ഞാൻ ഒരു പ്രാവശ്യമേ അത് യൂസ് ചെയ്തുള്ളൂ. എൻ്റെ സ്കിന്നായിട്ട് അത് ഒട്ടും മാച്ചായി പോയില്ല. എനിക്ക് ഭയങ്കരമായിട്ടും ഒരുമാതിരി റാഷസ് പോലെയും ചൊറിച്ചിൽ പോലെയൊക്കെ വന്നിട്ട് അപ്പം തന്നെ സ്കിൻ ഡോക്ടറിനെ കാണേണ്ട അവസ്ഥ വരെ വന്നു. അതുകൊണ്ട് ഞാൻ ഒട്ടും യൂസ് ചെയ്തില്ല, എനിക്കത് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ബ്രസ്റ്റ് പമ്പ് മാനുവലായിട്ടുള്ള ബ്രസ്റ്റ് പമ്പായിരുന്നു വാങ്ങിച്ചിട്ട്. ഞാൻ അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കത് യൂസ്ഫുൾ ഒന്നും ആയില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്ന് ഒരു തുള്ളി പാല് പോലും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് മേടിച്ചു, അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടോ. പിന്നെ അടുത്തത് പറയേണ്ട ചെപ്പൽ. ഞാൻ അതിൽ കാണിച്ച ചെപ്പൽ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. സിസേറിയനും കൂടി ആയതുകൊണ്ട് സ്റ്റിച്ചൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഭയങ്കര കരച്ചിലാണ്. ഞാനിപ്പോൾ വരാം. ഓക്കെ, വാവയുടെ കരച്ചിലൊക്കെ ഞാൻ നിർത്തിയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 2 ബെഡ്ഷീറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായില്ല, ഡെയിലി അവർ തന്നെ വന്ന് ചേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മെറ്റേണിറ്റി വെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് ഡിസ്ചാർജ് ആവണ വരെയും അവരുടെ ഡ്രസ്സാണ് നമുക്ക് തരുന്നത്, അത് മാത്രം മതി. പിന്നെ എന്തൊക്കെ യൂസ്ഫുൾ ആയില്ല എന്ന് പറഞ്ഞാൽ മിക്കതൊന്നും വേണ്ടി വന്നില്ല. വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജബ്ലാസ്, കുഞ്ഞുവാകൾക്ക് കൊണ്ടുപോയ ജബ്ലാസ്, മിറ്റൻസ്, സോക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡെയിലി അവർ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും യൂസ്ഫുൾ ആയത് റാപ്പ് ചെയ്യാൻ വേണ്ടി മേടിച്ച മസ്ലിൻ ക്ലോത്ത് ആണ്. നമ്മൾ ടർക്കി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും അങ്ങ് നമുക്ക് കുഞ്ഞാവേനെ റാപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല, അവർക്ക് നല്ല ചൂട് കിട്ടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചത് നല്ലോണം യൂസ്ഫുൾ ആയി. അവർ നന്നായിട്ട് കുഞ്ഞാവേനെ റാപ്പ് ചെയ്തായിരുന്നു, അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവർക്ക്. പിന്നെ എന്താ യൂസ്ഫുൾ ആയത്, ഇത്ര സാധനങ്ങളൊക്കെ അല്ലേ വേണ്ടി വന്നുള്ളൂ. വേറെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഫീഡിങ് ബോട്ടിൽ വരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എന്തിനാ കൊണ്ടുപോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതൊന്നും ഇപ്പോഴും യൂസ്ഫുൾ ആയിട്ട് ഇപ്പോഴും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ വരെയൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം വേറെ എന്താ പറയണ്ടേ, ഞങ്ങൾക്ക് ഈ വ്ളോഗിൽ എന്തൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളത് ഇപ്പോഴും വലിയ ധാരണയൊന്നും ഇല്ല. അപ്പം ഞങ്ങളുടെ ഫാമിലി വ്ളോഗ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാനാണോ താല്പര്യം അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ.